ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹയർച്ചിൻ്റെ അതിപ്രധാനമായ 2 കേസുകളായിരുന്നു ഇന്ന് ഹൈക്കോടതിയിലുണ്ടായിരുന്നത്. ബഡ്സ് കേസിൻ്റെ ബെഞ്ച് മാറിയതിന് ശേഷമുള്ള ആദ്യ സിറ്റിംഗ് ആയിരുന്നു. രാവിലെ തന്നെ എല്ലാവർക്കും വളരെ പരിഭ്രാന്തിയായിരുന്നു. 1D എന്ന് പറയുന്ന കോട്ട് കൺസോളിൽ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് അതിന് സ്ഥിരീകരണം വന്നത്. ഇന്നത്തെ സിറ്റിംഗ് 11:30 ശേഷം മാത്രമേ തുടങ്ങൂ എന്നുള്ളത്. അപ്പോൾ 11 മണിയോടുകൂടി തന്നെ 1D നമുക്ക് കൺസോളിൽ കാണാൻ സാധിച്ചു. പിന്നെ ശേഷം കാത്തിരിപ്പായിരുന്നു, കാത്തിരിപ്പ്. അപ്പോൾ 161 ആയിരുന്നു ഈ ബഡ്സ് കേസിൻ്റെ ഹൈറിച്ച് തട്ടിപ്പ് വേഴ്സസ് കോമ്പറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്ന കേസ്. അപ്പോൾ അതിനുശേഷം നടന്നത് 1 മണിവരെ ഗോവർദ്ധൻ്റെ കേസായിരുന്നു. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും കാണാൻ സാധിച്ചു, ഗോവർദ്ധൻ്റെ വാദങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം 1 മണിക്ക് ശേഷം ലഞ്ചിന് കോടതി പിരിഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ബഡ്സിൻ്റെ കേസ് എടുത്തത്. എന്നാൽ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് കേസ് മാറ്റിവെച്ചു എന്നുള്ള കാര്യമാണ് ഇന്ന് ആദ്യം പുറത്തു വന്നത്. അപ്പോൾ തന്നെ ഹൈറിച്ചോളികൾ, മണ്ടന്മാർ, പണം പോയിട്ട് ഇപ്പോഴും ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന് തന്നെ പറയേണ്ടി വരും. പണം പോയിട്ട് ഇപ്പോഴും ശ്രീനെയും പ്രതാപനെയും ജയ് വിളിക്കുന്നതും പൂജിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഉറപ്പിച്ചു ഇത് PP കേസ് മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുക ഇത് PP മാറ്റിവെച്ചു എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെയാണ് എല്ലാ കേസുകളും മാറ്റിവെക്കുന്നത്. PP തന്നെയാണ്. അസുഖം ബാധിതനായിട്ട് പോലും ചില ദിവസങ്ങളിൽ PP ഹാജരാവാറുണ്ട്. ഇവരുടെ അഡ്വക്കേറ്റ് ഫേം എന്ന് പറയുന്നത് വലിയ ഫേമാണ്. ദുബായിലടക്കമുള്ള അഡ്വക്കേറ്റ്മാരുള്ള ഫേമാണ്. പക്ഷേങ്കിൽ ഇവരെ തരം ഇവർ ഹാജരാവാതെ കേസ് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ വൈകിട്ടോടുകൂടി ഇവരിൽ ചിലർ തന്നെ വെബ്സൈറ്റിൽ വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവർ തന്നെയാണ് അപ്പീലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ്. അപ്പോൾ ഇവർ തന്നെയാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ സിറ്റിങ്ങിൽ ഇവരുടെ സീനിയർ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിനു മുന്നേ 2 സിറ്റിങ്ങിൽ ഇവർ ജൂനിയർ അഡ്വക്കേറ്റിനെ ആണ് പറഞ്ഞയച്ചിരുന്നത്. അങ്ങനെ കേസ് മാറ്റിവെപ്പിക്കുകയായിരുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു. ഇന്ന് 2 അക്കൗണ്ടുകൾ, ട്രഷറി അക്കൗണ്ടും സ്റ്റേറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടുകളും, ആ അക്കൗണ്ടുകൾക്ക് എന്ത് സംഭവിച്ചു, ആ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയോ, ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ അഡ്വക്കേറ്റിൻ്റെ തന്നെ ആവശ്യമില്ലാത്തൊരു സിറ്റിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിന് ഏത് അക്കൗണ്ടിലേക്കാണ് ഈ ഫണ്ട് മാറ്റേണ്ടത് എന്ന് പറയുക മാത്രമേ വേണ്ടൂ. പക്ഷേങ്കിൽ അതൊന്നും പരിഗണിക്കാതെ ഇവർ ആദ്യം തന്നെ കേസ് മാറ്റിവെക്കണം എന്നുള്ള അപേക്ഷ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിൽ ഈ കേസ് 20-ാം തീയതിക്ക്, ജനുവരി 20 മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അടുത്ത ചൊവ്വാഴ്ചയാണ് ഈ കേസ്. അതുപോലെ തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട തലശ്ശേരി കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ശ്രീനാ പ്രതാപൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ആ 4 കേസിലും ജാമ്യം അനുവദിച്ചിട്ട് കാണുന്നു. എന്തായാലും കടുത്ത ഉപാധികളോടെയായിരിക്കാം ശ്രീനാ പ്രതാപന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഓർഡറുകൾ പുറത്തിറങ്ങിയിട്ടില്ല. എന്തായാലും ഹൈറിച്ചിൽ പണം പോയവരൊക്കെ ഇപ്പോൾ അവരെല്ലാവരും മടുത്ത് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആരും തന്നെ ഈ ഹൈറിച്ച് എന്ന് ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചിലർ ഇപ്പോഴും പ്രതാപനും ശ്രീനയ്ക്കും അതുപോലെ തന്നെ ഹൈറിച്ചിനും ജയ് ഹൈറിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഒക്കെ വിചാരിക്കുന്നത് എന്തോ ദൈവസ്പർശമുള്ള കമ്പനിയാണ് ഈ ഹൈറിച്ച് എന്ന് പറയുന്നത്. അവർക്ക് ദൈവമാണ് ഈ പൂളിംഗമൊക്കെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തതിനെ നമ്മൾ ശരിക്കും അറിയാം ദൈവം തന്നത് എന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുക ദൈവം
തന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് യാതൊരുവിധ ബിസിനസ്സും ഉണ്ടായിരുന്നില്ല. ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരു ഈച്ച പോലും കയറാറുണ്ടായിരുന്നില്ല. വഴി ചോദിച്ചു പോലും ആൾക്കാർ ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിൽ കയറാറുണ്ടായിരുന്നു. അത്രമാത്രം പൊടി പാറി അല്ലെങ്കിൽ ആരും തന്നെ കയറാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇവിടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ. എന്നെ കഴിഞ്ഞ 2-3 മാസം മുമ്പേ ഒരു കണ്ണൂരിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന 2 ലീഡർമാരുടെ ബന്ധു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർ മാസാമാസം 30,000 രൂപ പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടാണ് ആ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടു പോകുന്നത്. വളരെ നഷ്ടത്തിലായിരുന്നു. അവർ എന്തു പറഞ്ഞിട്ടും അവർ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. ഇത് മതിയാക്കാൻ പറഞ്ഞിട്ട് പിന്മാറുന്നില്ല എന്നാണ്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഉപദേശിക്കാൻ സാധിക്കുമോ എന്നാണ് എന്നോട് ചോദിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ചിലരുണ്ട്, ഇത് എപ്പോഴെങ്കിലും ഇത് വലിയ ബിസിനസ്സായി മാറി ലുലു സൂപ്പർ മാർക്കറ്റുകളൊക്കെ പോലെ ഭയങ്കരം ലാഭം കുമിഞ്ഞുകൂടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സായി ഹൈറിച്ച് മാറുമെന്ന് കരുതി സ്ഥലം വിറ്റിട്ടും കടം വാങ്ങിയും സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ചില മണ്ടന്മാരായ സൂപ്പർ മാർക്കറ്റ് മുതലാളിമാരും ഇവർക്കിടയിലുണ്ട്. അപ്പോൾ എന്തായാലും ചിലർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ ഒരു ഉണ്ടയും ഇല്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ കേസ് നീട്ടി കൊണ്ടുപോകുന്നത്. ഇവരുടെ കയ്യിൽ യാതൊരുവിധ രേഖകളുമില്ല. ജനങ്ങളുടെ കയ്യിൽ നിന്ന് 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ വാങ്ങാനുള്ള രേഖകളില്ല. അതുപോലെ തന്നെ ഇവരുടെ ഡിജിറ്റൽ ID എന്ന് പറയുന്നത് പക്ക ഇൻവെസ്റ്റ്മെൻ്റാണ്, മണി ചെയിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ തന്നെ ഇടയിലുള്ള ആൾക്കാർ ചോദിക്കുന്നത്, ഈ റെഡീം കൂപ്പൺ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി മുൻകൂർ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുമ്പോൾ അതിൽ നിന്ന് കുറഞ്ഞു വരുന്നു എങ്കിൽ എന്തിനാണ് ആൾക്കാർ 10ഉം 20ഉം റെഡീം കൂപ്പൺ വാങ്ങിക്കൂട്ടുന്നത്? അത് ഒന്ന് കഴിഞ്ഞിട്ടാകുമ്പം വാങ്ങിയാൽ പോരെ. അതുപോലെ തന്നെ കോടികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് റെഡീം കൂപ്പൺ വാങ്ങിയ ചിലരും ഈ ഹൈറിച്ചിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഓർത്തെടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ മണി ചെയിനാണ് എന്നുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് സ്വാഭാവികമായിട്ടും കമ്പനിയുടെ കയ്യിൽ രേഖകളൊന്നുമില്ല, വാദിക്കാൻ രേഖകളൊന്നുമില്ല, കാണിക്കാൻ രേഖകളൊന്നുമില്ലാത്ത സമയത്ത് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഈ കേസുകൾ എത്ര കാലം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കാലം നീട്ടിക്കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കും എന്നുള്ളത് സ്വാഭാവികമായ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇവരുടെ സീനിയർ വക്കീൽ ഹാജരായി ഇവരുടെ FIR ക്വാഷിംഗ് കേസ് 10 തവണയാണ് നീട്ടിവച്ചിരിക്കുന്നത്. എന്തായാലും 26 സിറ്റിങ്ങിന് ശേഷവും ഇവരുടെ കമ്പനിയുടെ നടത്തിപ്പ് ഇവർ നടത്തിയിരുന്നത് ലീഗൽ ബിസിനസ്സാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുമില്ല, സാധിക്കാൻ പോകുന്നുമില്ല എന്നാണ് ഇന്നത്തെ നീട്ടിവെക്കലോടുകൂടി ഉറപ്പായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ബാങ്കുകൾക്കും കോമ്പറ്റൻ്റ് അതോറിറ്റിക്കും മാത്രം റോളുണ്ടായിരുന്ന ഒരു ദിവസം അത് കമ്പനി നീട്ടിവെപ്പിച്ചതുകൊണ്ട് അടുത്ത ദിവസവും ബാങ്കുകളുടെ കാര്യമായിരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ബൈ.